എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്റെ കുറുമ്പി എന്നും എന്റെ കൂടെ ഉണ്ടാവണം എന്നൊരാഗ്രഹം. നിനക്ക് ഇഷ്ടമാണ് എന്നെ? അവൾ ഇതെല്ലാം കേട്ട് കണ്ണു തള്ളി നിൽക്കുകയായിരുന്നു. ഏട്ടാ, അത് എനിക്കെല്ലാം എന്റെ അച്ഛനാണ്. അച്ഛൻ കഴിഞ്ഞുള്ളൂ എനിക്ക് എന്തും. അച്ഛന് ഇഷ്ടായ ഞാനും സമ്മതിക്കാം. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്റെ അച്ഛനെ ധിക്കരിക്കാനാവില്ല. അവന്റെ മുഖമൊന്ന് വാടി. നീ വണ്ടി കയറ്, ഞാൻ കൊണ്ടുവിടാം. അവളൊന്ന് മൂളിയത് മാത്രമേ ഉള്ളൂ. അവർ യാത്ര തുടർന്നു. അവളുടെ വീട്ടിലെത്തി. ഞാനേ നാളെ രാവിലെ വരാം പെണ്ണ് ചോദിക്കാൻ, നീ അച്ഛനോട് പറയണം. അവളൊന്ന് മൂളിയിട്ട് തിരിഞ്ഞുപോലും നോക്കാതെ കയറിപ്പോയി. അവനാകെ ഒരു വിഷമം പോലെയായി. അവളൊരു പാവമാണ്. ഭഗവാനെ, അവൾക്ക് പ്രശ്നമൊന്നും വരുത്തല്ലേ. അവൻ പ്രാർത്ഥിച്ചു. നേരെ വീട്ടിലേക്ക് തിരിച്ചു. അന്ന് രാത്രി അവർ ഫോൺ വിളിച്ചില്ല. അവൻ ഉറക്കം വന്നില്ല. അവളെയും നാളത്തെ കാര്യവും ആലോചിച്ച് അവൻ കിടന്നു. താനിപ്പോൾ ഒരു അനാഥനാണ്, അതെല്ലാം ഒരു പ്രശ്നമാവോ? അവൻ സങ്കടപ്പെട്ടു. അതിനിടയിൽ എപ്പോഴോ അവനെ നിദ്രാദേവി തഴുകി. പിറ്റേന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. അവൻ രാവിലെ അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇറങ്ങുന്നതിനു മുമ്പ് അവൻ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. അച്ഛന്റെ മനസ്സും ആത്മാവും കുടികൊള്ളുന്ന ബുള്ളറ്റും സ്റ്റാർട്ടാക്കി നേരെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് അവൾ ആദ്യമായി കണ്ട അമ്പലത്തിൽ കയറാനും അവൻ മറന്നില്ല. അവൻ ഭഗവാനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. വളരെ വേഗം അവൻ അവളുടെ വീട്ടിൽ ചെന്നു. ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ അച്ഛൻ ഇറങ്ങി വന്ന് അവനകത്തേക്ക് വിളിച്ചു. പഴയ തറവാടാണ്. പശുത്തൊഴുത്തുമെല്ലാമായി ഒരു അസൽ ഗോകുലം. കയറി ചെന്നതും കണ്ടത് കൃഷ്ണ വിഗ്രഹവും. ഇരിക്കുമോനെ, അവളുടെ അച്ഛൻ പറഞ്ഞു. അവൻ കസേരയിലിരുന്നു. ആമി പറഞ്ഞ് അച്ഛൻ എന്നെ അറിയായിരിക്കില്ലേ? എന്റെ പേര് അഭിജിത്ത്. ജിത്തു എന്ന് വിളിക്കും. ഇപ്പോ വില്ലേജ് ഓഫീസറാണ്. ആ, അവള് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ ചായയുമായി വന്നു. ഒരു ചായ എടുത്തതിനു ശേഷം അവൻ തുടർന്നു. അച്ഛാ, ഞാനിപ്പോ ഒരു അനാഥനാണ്. അച്ഛൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ ജനിച്ചപ്പോ എന്റെ അമ്മ പോയി. ആകെയുള്ള സൗഹൃദം ഇവളാണ്. ഇവളില്ലാതെ വയ്യ എന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇവളെനിക്ക് തന്നൂടെ? മോനെ, എനിക്ക് മനസ്സിലാവും. പക്ഷേ ഈ കല്യാണത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല അച്ഛ. എന്നെ പോലെ അനാഥനായ ഒരുവന്റെ കൂടെ മോളെ പറഞ്ഞുവിടാൻ ആർക്കായാലും ഒരു മടി കാണും. അവൻ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. മോനെ, അതല്ല. അവളുടെ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവള് പറഞ്ഞ മോനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് മതി ഞങ്ങൾക്ക്. ഓളുടെ സന്തോഷല്ലേ എനിക്കും വലുത്. അപ്പൊ പിന്നെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതോ? പ്രശ്നം എന്താന്ന് വെച്ചാ, ഓളുടെ അമ്മാവൻ മരിച്ചിട്ട് 9 മാസം ആയതേ ഉള്ളൂ. നാട്ടു നടപ്പനുസരിച്ച് 1 വർഷം കഴിയാതെ മംഗളകർമ്മം നടത്താൻ പാടില്ലല്ലോ. ഹോ, അതായിരുന്നോ? അച്ഛൻ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അവൻ ആശ്വാസത്തോടെ പറഞ്ഞു. അത് പ്രശ്നമല്ല അച്ഛാ, മനസ്സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാലോ. ഇഷ്ടം തോന്നിയപ്പോഴേ വീട്ടിൽ വന്ന് ചോദിച്ചുകൊണ്ട് പ്രേമിക്കാൻ സമയം പോലും കിട്ടിയിട്ടില്ല. അതൊക്കെ സമ്മതം. കുരുത്തക്കേടൊന്നും കാണിക്കാതിരുന്നാ മതി, അച്ഛൻ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞു. ഏയ് ഇല്ല അച്ഛ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം നാണത്താൽ ചുവന്ന് തുടുത്തിരുന്നു. അവൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവൾ തൂണിന് മറവിൽ നിന്ന് അവനെ നോക്കുകയായിരുന്നു. വീട്ടിൽ ചെന്നതും അവൻ അവൾ വിളിച്ചു. ഹലോ, ഈസ് ദിസ് മിസ്സസ് അഭിജിത്ത്? ഇപ്പൊ ആയിട്ടില്ല, താമസിയാതെ ആവും. എന്റെ ചിത്തുകുട്ടം പേടിക്കണ്ടാട്ടോ. ആര് പേടിച്ചു? അയ്യേ, അതിന് വേറെ ആളെ നോക്കണം. ഉവ്, ഞാൻ കണ്ടായിരുന്നു ഇരുന്ന് പരുങ്ങുന്നത്. ചെക്കന്റെ നാണം. അത് പിന്നെ അത് വിട്. അച്ഛനെന്തു പറഞ്ഞു? അച്ഛനോട് ഞാൻ എല്ലാം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനും ഇഷ്ടായി. നേരിട്ട് വന്ന് ആണായി ചോദിച്ചുകൊണ്ട് ഡബിൾ ഓക്കെ. ഞാൻ ആരാ മോൻ? പിന്നെ ഏട്ടൻ പറ. പിന്നെ അവർ പിന്നെയും പിന്നെയും സംസാരിച്ച് സമയം പോയിക്കൊണ്ടിരുന്നു. 3 മാസം വളരെ പെട്ടെന്ന് പോയി. നാളെയാണ് കല്യാണം. രാത്രിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. മൈലാഞ്ചിയിട്ട് കയ്യിലെ തിരക്കെല്ലാം ഒഴിഞ്ഞപ്പോൾ പതിവ് ഫോൺ വിളി തുടങ്ങി. ജിത്തുവിന് വല്ലാത്ത ആകാംക്ഷയായിരുന്നു. അവൾക്ക് അച്ഛനെ വിട്ട് പോരുന്നോർത്ത് സങ്കടവും. അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രി വളരെ വൈകിയാണ് അവരുറങ്ങിയത്. രാത്രി എന്ന് പറയാനാവില്ല, പകൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫോൺ വെക്കുമ്പോഴും അവൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നതായി അവന് തോന്നി. അവനത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ വിഷമിപ്പിച്ചാലോ എന്നോർത്ത് അവൻ അതൊന്നും ചോദിച്ചില്ല. നേരം വെളുത്തിരിക്കുന്നു. വീട്ടിൽ നല്ല ബഹളമാണ്. അമ്മാവന്മാർക്കാണ് ചുമതലകളെല്ലാം. അവരുടെ ഒച്ചയും ബഹളവുമായി എല്ലാം കെങ്കേമായിരുന്നു. രാവിലെ ആദ്യം തന്നെ കുളിച്ചവൻ അമ്പലത്തിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കല്യാണ സ്പെഷ്യലായി അവൻ വാങ്ങിയ മാരുതി സ്വിഫ്റ്റ് മുറ്റത്ത് നിന്ന് അവനെ നോക്കി ചിരിച്ചു. പക്ഷേ ആ യുവസുന്ദരിയൊന്ന് നോക്കുപോലും ചെയ്യാതെ അവൻ അവന്റെ ബുള്ളറ്റ് എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോയി.
വഴിക്കാഴ്ചകളെല്ലാം മറച്ചുകൊണ്ട് മഞ്ഞൊരു വില്ലനായി. അഭിജിത്ത്, ഉത്രം, ആമി, മകം, തിരുമേനി വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് തന്നോളൂ തിരുമേനി. ആഹാ, കല്യാണച്ചൊക്കെ രാവിലെ നേരെ ഇങ്ങ് വന്നോ? തിരുമേനി, അവളെ കാട്ടിത്തന്ന് ഈ അകത്തിരിക്കുന്ന ആളാണ്. അപ്പൊ പുള്ളിയെ കാണാതെ പോകുന്ന എങ്ങനെയാ? പിടി വിടണ്ട, മുറുക്കെ പിടിച്ചോ, അയ്യപ്പൻ കൂടെ നിന്നോളൂട്ടോ. തിരുമേനി ഒരു ക്ലീഷേ ഡയലോഗും പാസാക്കി. അവൻ നോക്കി ചിരിച്ചിട്ട് പ്രസാദം തൊട്ടിറങ്ങി. അവൻ അല്പം പ്രസാദം അവന്റെ അച്ഛന്റെ ആത്മാവുറങ്ങുന്ന ബുള്ളറ്റിന്റെ നെറ്റിയിലും തൊട്ടു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് യാത്ര. പിന്നെല്ലാം ഷടപടെ എന്നായിരുന്നു. ദക്ഷിണയും കാപ്പിയുടിയും എല്ലാം കഴിഞ്ഞു. ബുള്ളറ്റ് കൊണ്ടുവരാൻ കൂട്ടുകാരനെ ഏർപ്പാടാക്കി അവൻ കാറിൽ കയറി. കല്യാണ മണ്ഡപത്തിൽ ഇരുന്നപ്പോൾ ആകെ ഒരു വല്ലായിക. കോളേജിൽ പോലും പുറകിൽ കിടന്ന് തുള്ളാനല്ലാണ്ട് ഇന്നുവരെ ഒരു വേദിക്ക് മുന്നിൽ അവൻ ഇരുന്നിട്ടില്ല. അവൾ എവിടെ പോയി കിടക്കുക? ഒന്ന് കെട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി സമാധാനം കിട്ടിയാനെ. അവൻ വിയർപ്പ് തുടച്ചുകൊണ്ട് മനസ്സിലോർത്തു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ പരിചയമുള്ള ഒരു മുഖം ജിത്തു കണ്ടത്. ശ്രീ. കൂടെ ഭർത്താവാണെന്ന് തോന്നുന്നു. ഞാൻ അയാളെ കണ്ടിട്ടില്ലല്ലോ. മനസ്സിൽ ഇത്രയും ഓർത്ത് അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നീ പോയ പുല്ലാടി എന്നൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. അവൻ മെല്ലെ അവിടെ നിന്ന പൂജാരിയെ നോക്കി. പെൺകുട്ടിയോട് വരാൻ പറഞ്ഞോളൂ. അവന്റെ വിഷമം മനസ്സിലാക്കിയെന്നോണം അയാൾ വിളിച്ചു പറഞ്ഞു. താലപ്പൊലിയുടെ അകമ്പടിയോടെ അവൾ വന്നു. അവളെ കണ്ടതും ജിത്തുവിന്റെ കണ്ണൊന്ന് തിളങ്ങി. മുല്ലപ്പൂവും ചൂടി ചുവപ്പ് പട്ടുസാരി ഉടുത്ത് വളരെ മനോഹരിയായി സർവാഭരണ വിഭൂഷിതയാണവൾ. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. കൊട്ടും നാദസ്വരവുമെല്ലാം നിലവിളി തുടങ്ങി. അത് കേട്ടപ്പോൾ അവന്റെ ചങ്കൊന്നിടിച്ചു. പക്ഷേ അവൾ പരമാവധി പിരിമുറുക്കം വറച്ചുവെച്ച് ചിരിച്ചു. ദക്ഷിണ കൊടുക്കലെല്ലാം കഴിഞ്ഞ് അവൾ അവിടെ ഇരുന്നു. മുഹൂർത്തമായിരിക്കണു, ആ താലിയും എടുത്തു കൊടുക്കുക, പൂജാരി പറഞ്ഞു. അവന്റെ അമ്മാവൻ താലി അവന്റെ കയ്യിലേക്ക് നീട്ടി. അവൻ ഒരു നിമിഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഇനിയും തനിക്കായി കാത്തിരിക്കുന്ന 100,000 രഹസ്യങ്ങൾ അവളുടെ കണ്ണിൽ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. താലി കെട്ടുമ്പോൾ അവന്റെ കൈ വിറക്കുന്ന മനസ്സിലാക്കി അവൾ അവനെ നോക്കി അവന് ധൈര്യം പകർന്നു. ഇനി അത് അവളുടെ കടമയാണല്ലോ. മരുമകന്റെ കയ്യിൽ അവളുടെ കൈവച്ചു കൊടുക്കുമ്പോൾ അച്ഛന്റെ മുഖത്ത് സ്വന്തം ഹൃദയം പറിച്ചു നടന്ന ഒരു വിങ്ങൽ ഓടിമറഞ്ഞു. അവളെ പൊന്നുപോലെ നോക്കണേ മോനെ എന്നുള്ള ഒരു അപേക്ഷ ജിത്തു ആ മുഖത്ത് നിന്നും വായിച്ചെടുത്തു. അവൻ കണ്ണടച്ച് ഞാനുണ്ട് എന്ന് മറുപടി കൊടുത്തു. പിന്നീട് അങ്ങോട്ട് സമ്മാനങ്ങളും ഫോട്ടോയെടുപ്പും സദ്യ കഴിക്കലുമെല്ലാമായിരുന്നു. എന്തോ കാരണം കൊണ്ട് അവരൊന്നും കാര്യമായി കഴിക്കാതെ എണീറ്റു. അല്ലെങ്കിലും സ്വന്തം കല്യാണത്തിന് പട്ടിണി കിടക്കണം എന്നാണല്ലോ ഒരു വെപ്പ്. സദ്യ കഴിഞ്ഞുള്ള സമയമായിരുന്നു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി തീരുമാനിച്ച്. 3-4 ഫാമിലി മാറിയപ്പോൾ സ്ത്രീയും ഭർത്താവും ഫോട്ടോ കയറി നിന്നു. അവനൊന്നും മനസ്സിലാവാതെ നിന്നുകൊടുത്തു. അവൾ അവനും മാമിക്കുമായി കൊണ്ടുവന്ന സമ്മാനവും ഒരു ഷേക്ക് ഹാൻഡും നൽകി ഒന്നും മിണ്ടാതെ അവർ നടന്നകന്നു. താലികെട്ട് കഴിഞ്ഞ് അവളെ നോക്കാൻ ജിത്തു മറന്നുപോയിരുന്നു. അവളെ ആരാ വിളിച്ച്? താനല്ല, ഇനി അവന്മാരുടെ പരിപാടിയായിരിക്കും അവൻ മനസ്സിലോർത്തു. എന്തായാലും അവൾ കണ്ടല്ലോ, അവളെക്കാളും നല്ലൊരു പെൺകുട്ടി തന്റെ ഭാര്യയാവുന്ന അത് മതി. അവനൊരു ലോട്ടറി അടിച്ചവന്റെ അഹങ്കാരത്തോടെ ആമിയുടെ കൈ പിടിച്ച് നടന്നു. കൂടെ നിന്ന് ചിത്രമെടുക്കാൻ നിന്നവരുടെ തിരക്ക് കഴിഞ്ഞപ്പോൾ ജിത്തുവിന്റെ വീട്ടിൽ അമ്മാവൻ വിളിച്ചു ചോദിച്ചു, അപ്പോ ഇറങ്ങിയാലോ? ഇപ്പൊ ഇറങ്ങിയ കറക്റ്റ് സമയത്ത് എത്താം. ആ ചോദ്യം അച്ഛന്റെയും മാമിയുടെയും മനസ്സിൽ ഒരുപോലെ ഒരു പേമാരി പെയ്യിച്ചു. അവളുടെ മുഖത്തെ പുഞ്ചിരികൾ മായ്ച്ചുകൊണ്ട് ആ കണ്ണുകൾ നിറയുവാൻ തുടങ്ങി. അവൾ തേടിയത് അവളുടെ അച്ഛനെ ആയിരുന്നു. അവൾക്കൊന്നും മിണ്ടാൻ പോലും സാധിച്ചില്ല. അച്ഛനെ കണ്ടതും അച്ഛന്റെ നെഞ്ചിലേക്ക് അവൾ വീഴുകയായിരുന്നു. കരയുന്നതാരും കാണാതിരിക്കാൻ മനസ്സ് കല്ലാക്കി അദ്ദേഹം അവളെയും മറ്റുള്ളവരെയും ആശ്വസിപ്പിച്ചു. തന്റെ മകൾ, എന്നും തന്റെ കയ്യിൽ തൂങ്ങി നടന്ന പെണ്ണ്, ഇന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ജിത്തു അവളെ ആശ്വസിപ്പിച്ച് മാറോട് ചേർത്തു. അവർ ഇരുവരും വണ്ടിയിലേക്ക് കയറി. അവൾ വണ്ടിയിൽ കയറിയതും അദ്ദേഹം പുറകിലേക്ക് മാറി. ആരും കാണാതെ അദ്ദേഹം ആ കണ്ണുനീര് തുടച്ചു. ജിത്തുവും മാമിയും പോകുന്നത് നോക്കി അദ്ദേഹം സങ്കടം നിറഞ്ഞൊരു പുഞ്ചിരി നൽകി അവരെ അനുഗ്രഹിച്ചു. അവന്റെ വലിയ ആഗ്രഹമായിരുന്നു കെട്ടിയ പെണ്ണിനെയും കൊണ്ട് അവന്റെ ബുള്ളറ്റിൽ പോകണമെന്നുള്ളത്. അതുകൊണ്ടാണ് അവൻ കൂട്ടുകാരനെ ബുള്ളറ്റ് എടുക്കാൻ പറഞ്ഞേൽപ്പിച്ചതും. കവലയിൽ എത്തിയതും അവൻ വണ്ടി നിർത്തി ബുള്ളറ്റ് വരുത്തിച്ചു. പിന്നെ അങ്ങോട്ട് കൂട്ടുകാരുടെ 10-12 ബുള്ളറ്റിന്റെ അകമ്പടിയോടെ രാജകീയമായി ആഘോഷത്തോടെ അവൻ അവളുമായി വീട്ടുമുറ്റത്തെത്തി. അവിടെ രാഘവേട്ടനും ഭാര്യ സുമിത്രേച്ചിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സുമിത്രേച്ചി അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിലവിളക്ക് അവൾക്ക് നൽകി. വീണ്ടും കുറച്ച് ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് ഓരോരുത്തരായി വീടുകളിലേക്ക് ചേക്കേറാൻ തുടങ്ങി. ആദ്യരാത്രിക്ക് വേണ്ടിയുള്ള പാലും എടുത്തു നൽകി സുമിത്രേച്ചിയും രാഘവേട്ടനുമാണ് അവസാനം പോയത്. അവൻ മുറിയിലേക്ക് കയറി. അവിടെ അവൾ പാലുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. ആമി, താൻ ഡ്രസ്സ് മാറ്, തനിക്ക് ഞാനൊരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ട്, അതിട്ട് പുറത്തേക്ക് വാ, ഞാൻ പുറത്ത് കാണും. ഇത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അധിക ആഭരണങ്ങളൊന്നും വേണ്ടട്ടോ, താലിമാലയും മോതിരവും മാത്രം മതി, അവൻ വിളിച്ചു പറഞ്ഞു. അവൾ ഒന്നും മനസ്സിലാവാതെ കണ്ണും മിഴിച്ചിരുന്നു. ഇതെന്ത് മനുഷ്യനാണ്? നാടും ഫസ്റ്റ് നൈറ്റ് ആയിക്കോട്ടെ എന്നോർത്ത് ഇതൊക്കെ വാരി ചുറ്റിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. സെറ്റ് സാരി മാറുന്നതിനിടയിൽ അവൾ ഓർത്തു. അവൾ മേശപ്പുറത്തിരുന്ന കവർ തുറന്നു.
വെള്ളയിൽ പിങ്ക് ഡിസൈനുള്ള ഒരു ചുരിദാർ. നല്ല സെലക്ഷൻ ഉണ്ട്. അല്ല, എന്റെ അല്ലേ കെട്ടിയോൻ. അവൾ മനസ്സിൽ അതോർത്ത് ചിരിച്ചു. ഹ, നല്ല ചേലുണ്ടിട്ടാ. അവൾക്ക് നേരെ ഒരു ഹെൽമെറ്റ് നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതിപ്പോ എങ്ങോട്ടാ? ഒരു വെറൈറ്റി ഫസ്റ്റ് നൈറ്റ് ആവടോ. ഈശ്വര, ഇനി വല്ല കാട്ടിലേക്കും ആണോ? ആ സിനിമയിലെ പോലെ. ആവും, താൻ കേറിക്കേ. അവൾ ചാടി വണ്ടിയിൽ കയറി. ആ നാട്ടുവഴിയിലൂടെ ആ ബുള്ളറ്റ് മേലെ ഒച്ചയുണ്ടാക്കി ഒരു മതയാനയെ പോലെ നീങ്ങി. അമി, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണിത്. എന്റെ അച്ഛന്റെ ജീവനായിരുന്നു ഈ വണ്ടി, ഇപ്പൊ എന്റെയും. ഒരുപക്ഷെ ഇവള് കാരണാവാം നമ്മൾ ഒന്നിച്ച്. അവൻ പറഞ്ഞു നിർത്തിയതും അവൾ ചോദിച്ചു, ജിത്തുവേട്ടാ, ആ വഴിയരികിൽ വെച്ചല്ലേ എന്നെ പ്രപ്പോസ് ചെയ്തത്? അതിനെന്താ? അവൻ വണ്ടി സൈഡാക്കി. അവർ മെല്ലെ വണ്ടിയിൽ നിന്നിറങ്ങി. രണ്ടുപേരും നിലാവിൽ മണിമലയാർ പാറക്കെട്ടിനെ തലോടി പോകുന്ന കാഴ്ച കണ്ടങ്ങനെ നിന്നു. തനിക്കെന്താ പറയാനുള്ളത്? ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എങ്ങനെ മനസ്സിലായി? അവൾ അത്ഭുതപ്പെട്ടു. ഞാൻ നിന്റെ ഭർത്താവാണ്, മനസ്സിലാവും. അവൻ അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു. വീണ്ടും നിശബ്ദത. ഏട്ടനെ ഓർക്കുന്നുണ്ടോ? ഏട്ടന്റെ ഒരു കൂട്ടുകാരന്റെ അനിയത്തിയെയും കൂട്ടുകാരിയെയും ബസ്സിലെ കിളി ശല്യപ്പെടുത്തിയെന്ന് തല്ലുണ്ടാക്കാൻ പോയത്? അതെ, അന്ന് അവളുടെ കൂട്ടുകാരി ഞാനായിരുന്നു. എപ്പോ? ഓ, അന്ന് കോളേജിലെ കാര്യാണോ? അറിഞ്ഞോ അറിയാതെയോ ഏട്ടൻ അന്ന് വന്നത് എനിക്ക് വേണ്ടിയായിരുന്നു. അപ്പോ അന്ന് നീ എന്താ ഒന്നും പറയാഞ്ഞേ? ആവോ, അറിഞ്ഞൂടാ. എനിക്ക് വേണ്ടി അത്രയും ചെയ്ത ഏട്ടന് ഏട്ടനറിയാതെ, ഞാൻ പോലും അറിയാതെ ഞാൻ ഏട്ടനെ ഇഷ്ടപ്പെടുമായിരുന്നു. എന്നിട്ട് നീ അതെന്താ വന്ന് പറയാഞ്ഞത്? അങ്ങോട്ട് ചെന്ന് ഇഷ്ടം പറയുന്ന പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് വലിയ വിലയില്ലല്ലോ. അത് ശരിയാ. ഞാൻ ഇഷ്ടം മനസ്സിൽ വെച്ചോണ്ടിരുന്നപ്പോഴാ ഏട്ടന് ശ്രീയുമായുള്ള ബന്ധം ഞാൻ അറിഞ്ഞത്. അതും കൂടെ അറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയിരുന്നു. ഇതിൽ ഏട്ടനറിയാത്തൊരു കാര്യമുണ്ട്. അതെന്താ? ശ്രീ കല്യാണം കഴിച്ചത് എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോനെയാ. അതായത് ഞങ്ങള് ബന്ധുക്കളാണ്. അനന്തു ചേട്ടൻ ശ്രീയുടെ അച്ഛന്റെ ചേച്ചിയുടെ മകനും, ഞാൻ അനന്തു ചേട്ടന്റെ അച്ഛന്റെ ചേട്ടന്റെ മകളും. അപ്പോ അകന്ന ബന്ധമാണ്. പറയുന്നതൊന്നും മനസ്സിലാവാതെ അവൻ അവളെ നോക്കി കണ്ണുമിഴിച്ചിരുന്നു. അപ്പോ അന്ന് കല്യാണത്തിന് പോവാൻ നീ അമ്പലത്തിൽ എന്തിനാ വന്നത്? പറയാം. ഏട്ടൻ ഓർക്കുന്നുണ്ടോ? അന്ന് കിഴക്കുമലയിൽ വെച്ച് ഒരു ഭ്രാന്തിയെ കണ്ടത്. എന്റെ വീടിന്റെ അടുത്താണ് കിഴക്കുമല. ഞാനും അച്ഛനും വന്ന് പശുവിനെ തീറ്റിച്ച് നിൽക്കുമ്പോഴാണ് ഏട്ടൻ അതുവഴി പോയത്. ഏട്ടന്റെ മുഖഭാവം കണ്ട് എനിക്ക് എന്തോ പന്തിയേട് തോന്നി. ശ്രീ അങ്ങനെ ചെയ്തത് ഞാനും അറിഞ്ഞിരുന്നല്ലോ. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് ആ അമ്മ അതിലെ വന്നത്. അമ്മേ, ഗോപുവിനെ പോലെ ഒരാളെന്ന് പറഞ്ഞ് ഞാനാ അമ്മയെ മലമുകളിലേക്ക് പറഞ്ഞു വിട്ടു. അന്ന് ഭഗവാന് നടന്ന വഴിപാട് കുറച്ചൊന്നുമല്ലായിരുന്നു. അത് കൊടുക്കാനാണ് ഞാൻ തിരക്കിട്ട് രാവിലെ വന്നത്. അവനൊന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. അവൻ എന്തൊക്കെ ആലോചിക്കുകയായിരുന്നു. അപ്പോ അങ്ങനെയാണല്ലേ അവള് ഞാൻ വിളിക്കാതെ തന്നെ കല്യാണത്തിന് വന്ന്? അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി. നിലാവിൽ അവളുടെ കണ്ണുനീർ തിളങ്ങുന്ന അവൻ കണ്ടു. ഇതൊക്കെ എന്താ ഇതുവരെ പറയാതിരുന്നത്? ഏട്ടനതെങ്ങനെ എടുക്കുന്ന അറിയില്ലായിരുന്നു. പിന്നെ പഴയതൊന്നും ഓർത്ത് ഏട്ടനെ സങ്കടപ്പെടുത്താനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇത്രയും പറഞ്ഞതും അവൻ അവളെ മാറോട് അണച്ചു. എന്റെ അച്ഛൻ തന്ന നിന്നെ എനിക്ക്, നീ എന്റെ മാത്രം. ഇനി നിന്നെ ഞാൻ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല. സന്തോഷം കാരണം അവർ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്ന് അനങ്ങാതെ നിന്നു. അമി, സമയം ഒരുപാടായി, നമുക്കിനി ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്. പോവാട്ടാ. അവർ ഇരുവരും ബുള്ളറ്റിൽ കയറി. അവൻ വണ്ടി സ്റ്റാർട്ടാക്കി. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ചാരിക്കിടന്നു. കിഴക്കൻ മലയുടെ ഉച്ചിയിൽ ഒരു തിളക്കം അവരെ നോക്കുന്നവർ കണ്ടു. അവൻ അച്ഛനെ ഓർത്തു. നന്ദിയുണ്ട് അച്ഛ, ഈ ജീവിതത്തിന്. അവൻ മനസ്സിലോർത്തു. വണ്ടി മുന്നോട്ട് നീങ്ങി. ഇനിയും അവർക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അവരുടെ ലോകത്തിലേക്ക്.